നമസ്കാരം. ഡബ്ബ കാർട്ടൽ ഏറ്റവും പുതിയതായി റിലീസായ ഇന്ത്യൻ വെബ് സീരീസുകളിലെ ഒന്നാണ് ഡബ്ബ കാർട്ടൽ. വളരെ ഹൗസ് ഹോൾഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു 4 സാധാരണക്കാരായ സ്ത്രീകൾ ഡബ്ബ ബിസിനസ് ചെയ്ത് കഴിയുന്നവർ. അവർ ഒരു ഫാർമ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥാപനത്തിന് ഉണ്ടാകുന്ന ഒരു തലവേദന എന്ന് വളരെ നിസ്സാരമായ ഭാഷയിൽ പറയാം, ഇതിന്റെ സസ്പെൻസ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാർട്ടൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇത് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള OTT വന്നതിന് ശേഷം ഒരുപാട് കാർട്ടൽ സീരീസുകൾക്ക് പ്രേക്ഷകർ കാണാനിടയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് ആരാധകരായിട്ടുണ്ട്. ഇത് ശീലിക്കണമെന്നല്ല പറയുന്നത്, ആരാധകർ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ നാർക്കോസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വീൻ ഓഫ് ദ സൗത്ത് ഉണ്ടായിട്ടുണ്ട്, എൽ ചാപ്പോ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വെബ് സീരീസുകൾ ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്പാനിഷിലും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വെബ് സീരീസാണ് ഡബ്ബ കാർട്ടൽ എന്ന് നിസ്സംശയം പറയാം. ഇതിൽ ഈ പറഞ്ഞ പോലെ 5 സ്ത്രീകൾ ആണ് പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അത് തന്നെ ഒരു വലിയൊരു വെറൈറ്റി തന്നെയായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ വെബ് സീരീസ് റിവ്യൂകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഘടകമുണ്ട്, ഈ കണ്ടന്റ് നിറച്ച് ഒരു എപ്പിസോഡ് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത്. പല മലയാളം വെബ് സീരീസുകളുടെയും പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നു. മലയാളം വെബ് സീരീസുകളിൽ പലതിലും ഇത് ഇല്ലാതെ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. ഇത് അത്തരത്തിലേ അല്ല. അതാണ് അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരു ഫാർമ കമ്പനിയുടെ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്, അത് ബാൻഡാണ്, മെഡിക്കൽ അസോസിയേഷൻ ബാൻഡാണ്. ഇത് പിന്നീട് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്നു. ഇതിനെ ബേസ് ചെയ്ത് ഈ ഗവൺമെന്റിന്റെ അതോറിറ്റിയിൽ നിന്ന് പ്രായമുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആള് അന്വേഷിക്കാൻ വേണ്ടി ഫാർമ കമ്പനി വരുന്നു. ഈ ഡബ്ബ ബിസിനസ് ചെയ്യുന്ന 5 സ്ത്രീകളിലെ ഒരു സ്ത്രീയുടെ മകനും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവുമായ ഒരാള് അവിടുത്തെ ഒരു സാധാരണ ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെയൊക്കെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരാള് അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾ അവിടെ ജർമ്മനിയിൽ പോകാനായിട്ട് വലിയ സ്വപ്നമൊക്കെ കണ്ടു കിടക്കുന്ന ഒരാളാണ്. അവൻ എങ്ങനെയും ബോസിനെ ഇംപ്രസ് ചെയ്തിട്ട് ജർമ്മനിയിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ബോസ് ഇതിൽ ഇൻഡയറക്ട്ലി ഇതിന് ഉത്തരവാദിയാണ്. ഈ ഒരു ഇങ്ങനെ ബാൻ ചെയ്ത ഈ ഒരു ടാബ്ലറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള അന്വേഷണത്തിൽ നിന്ന് കമ്പനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നുണ്ടാവുന്നതാണ് കഥ. അറ്റ് ദ സെയിം ടൈം ഈ 4 സ്ത്രീകളും വളരെ യാദൃശ്ചികമായിട്ട് ഈ ഒരു കാർട്ടൽ ബിസിനസ്സിലേക്ക് കയറുകയാണ്, ഈ ഡബ്ബ വഴി കടത്തുന്ന രീതിയിൽ. വളരെ നാച്ചുറലായിട്ടും സ്വാഭാവികമായിട്ടും വളരെ കൺവിൻസിംഗ് ആയിട്ടുമാണ് ഓരോ എപ്പിസോഡ്സ് ഇതിൽ പോകുന്നത്. ഇതെല്ലാം ഞാൻ പോസിറ്റീവ് കാറ്റഗറി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിൽ വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സ് ഇപ്പം എല്ലാം കൂടെ ഒരു 8 10 പ്രധാന കഥാപാത്രങ്ങളായിരിക്കും ഇതിൽ വന്നു പോകുന്നത്. ഈ 10 കഥാപാത്രങ്ങളും വളരെ വെരി വെൽ കണക്റ്റഡ് ആണ്. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വെബ് സീരീസുകളുടെ വിജയമന്ത്രം എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ബോറടിക്കാതെ തോന്നുന്നതെന്ന് പറയുന്നത്. പലപ്പോഴും വെബ് സീരീസുകൾ ബോറാവുന്നത് ഒരുപാട് പാരലൽ ട്രാക്കുകളും കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഡബ്ബ കാർട്ടൽ അങ്ങനെയല്ല. ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്ന ഷബ്ന ആസ്മി തകർത്തിട്ടുണ്ട്. അവരാണ് വളരെ ലീഡായിട്ട് വരുന്നത്. വളരെ ഡയലോഗുകൾ കുറവായിട്ടുള്ള അവസരങ്ങളിൽ പോലും എക്സ്പീരിയൻസും ടാലന്റും വെച്ചിട്ട് സൈലന്റ് ഇമോഷൻസിൽ കൂടെ കൃത്യമായിട്ട് മെസ്സേജ് ചെയ്യുന്ന രീതിയിലാണ് ഷബ്ന ആസ്മിയുടെ പെർഫോമൻസ്. അതുപോലെ തന്നെ ജ്യോതിക, പിന്നെ അർജുൻ റെഡ്ഡിയിൽ വന്ന ഹീറോയിൻ, പുള്ളിക്കാരിയാണ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്, എനിക്ക് പേരറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അഞ്ജലി ആനന്ദ്. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ട്രോളുകൾക്ക് ഒരുപാട് അറിയാത്തുള്ള നമ്മുടെ നിമിഷ സജയൻ. പല ട്രോളുകളിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ, ഈ കുട്ടിക്ക് എന്ത് ചെയ്താലും ഇതിന്റെ മുഖത്ത് വേറൊരു എക്സ്പ്രഷൻ വരും എന്നൊക്കെ നമ്മുടെ മലയാളത്തിലെ ചില സിനിമകൾ കൂട്ടി ചെയ്തിട്ട് ഇത് ചെയ്യാറുണ്ട്. ഇതിലൊരു സാധാരണ മെയ്ഡും ഒരു പെൺകുട്ടിയുടെ അമ്മയൊക്കെ ആയിട്ടാണ് നിമിഷ തകർത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് സിനിമയിൽ വന്നതെന്നും അല്ലെങ്കിൽ ഇവരെയൊക്കെ സിനിമയിലേക്ക് ഓഡിഷൻ ചെയ്ത് എടുത്തവരൊന്നും മണ്ടന്മാരല്ല എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സംഗതി പോകുന്നത്. അപ്പോൾ വളരെ ഏറ്റവും മികച്ച ഒരു വെബ് സീരീസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ പത്താലോകിന്റെ റിവ്യൂ പറഞ്ഞു.
പത്താലോകിന്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡും അല്ലെ മിർസാപൂറിന്റെ മൂന്നാമത്തെ എപ്പിസോഡും ഒക്കെ നമ്മളെ നിരാശപ്പെടുത്തിയ ഇതാണ്. ഇന്ത്യയിൽ നിന്ന് വെബ് സീരീസുകളുടെ ഒരു ത്രില്ല് പോവുകയാണോ അല്ലെങ്കിൽ നല്ല വെബ് സീരീസുകളുടെ ഒരു വരൾച്ച തുടങ്ങിയാണോ എന്ന് കരുതിയ സമയത്താണ് സമ്മറിലെ മഴ പോലെ ഡബ്ബാക്കാട്ടിൽ വന്നിരിക്കുന്നത്. വളരെ മികച്ച വെബ് സീരീസ് തന്നെയാണ്. ഇതിന് നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ ഡ്രഗ്സും മയക്കുമരുന്നും ഒക്കെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ഒരുപാട് വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടുള്ള എന്തൊക്കെ കുട്ടികൾ തന്നെ ഇതിന് അഡിക്റ്റ് ആവുകയും സ്വന്തം പേരൻസിനോടും ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡെയിലി ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ ഇവർ ചെയ്യുന്ന ബിസിനസ്സും കാര്യങ്ങളും ഒന്നും അങ്ങനെ നല്ലൊരു കാര്യമൊന്നുമല്ല കൃത്യമായി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഇത് ഒരിക്കലും ഇതില് 7 എപ്പിസോഡാണ് ഉള്ളത്. 7 എപ്പിസോഡിൽ ഇവര് വളരെ സ്മാർട്ടായിട്ട് പോകുന്ന രീതിയിലാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. അങ്ങനൊന്നും റിയാലിറ്റിയിൽ നടക്കില്ല. പിന്നെ സിനിമയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് വിട്ടുകളയാം. അപ്പോ തീർച്ചയായിട്ടും ഇത് എല്ലാവരും കാണേണ്ട വെബ് സീരീസ് തന്നെയാണ്. ഇതില് എന്താണ് വലിയ തെറിവിളിയോ അല്ലെങ്കിൽ അടിപിടിയും വെടിവെപ്പും കത്തിക്കുത്തും ഈ പറയുന്ന പോലുള്ള ഒരു ദാരുണമായ വയലൻസ് ഒന്നും ഇല്ലാതെയും കാർട്ടൽ സബ്ജക്റ്റുകൾ കാണിക്കാം എന്ന് ലോകത്തിന് അറിയിച്ചു തന്ന ഒരു വെബ് സീരീസാണിത്. ഞാൻ നെറ്റ്ഫ്ലിക്സിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഉള്ള ഒരു OTT പ്ലാറ്റ്ഫോമാണ് നെറ്റ്ഫ്ലിക്സ്. എന്നിട്ട് പോലും അവരുടെ ഒരു സെലക്ഷൻസ് അല്ലെങ്കിൽ ദ വേ ദേ പുട്ട് അപ്പ് ദ പോസ്റ്റേഴ്സ്, ഏതൊരു സബ്ജക്ട് വന്നാലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സിനിമകളോ വെബ് സീരീസുകളോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നും എപ്പോഴും. നെറ്റ്ഫ്ലിക്സിനെ അഭിനന്ദിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ ഇത്ര കൃത്യമായി അവരുടെ ഒരു ജഡ്ജിങ് പാനലിനെ എനിക്ക് മറ്റു പല OTT പ്രത്യേകിച്ച് മലയാളമൊക്കെ വരുന്ന പല OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു ജഡ്ജിങ് കമ്മിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ തോന്നാറുണ്ട്. കാരണം പലപ്പോഴും 90% സമയം നമ്മളെ നിരാശപ്പെടുത്താറില്ല നെറ്റ്ഫ്ലിക്സ്. ഇത്തവണയും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നെറ്റ്ഫ്ലിക്സിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്, എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. പക്ഷെ ഇത് പറയാൻ നിവൃത്തിയില്ല. ഡബ്ബ കാർട്ടൽ 7 എപ്പിസോഡുള്ള ഡബ്ബ കാർട്ടൽ തകർത്തു. അതിന്റെ സെക്കൻഡ് സീസൺ വരുന്ന രീതിയിൽ ഒരു ചീൻ തെറിഞ്ഞിട്ടുണ്ട്. പല വെബ് സീരീസുകളുടെയും ആദ്യത്തെ സീസണുകൾ പോലെ നിരാശപ്പെടുത്തില്ല എന്ന് കരുതുന്നു രണ്ടാമത്തെ സീസൺ. പക്ഷെ ആദ്യത്തെ സീസൺ ആസ്വദിച്ച് തന്നെ കാണാം. തീർച്ചയായിട്ടും കാണുക. താങ്ക് യു.